പാറു എല്ലാം തുറന്നു പറഞ്ഞു. തനിക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണത്. കള്ളം പറഞ്ഞാണ് കല്യാണം നടത്തിയത്. അന്വേഷിക്കാനും ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ അവർ മുതലെടുത്തു. അവിടെ എത്തിയപ്പോൾ ആണ് സത്യമറിഞ്ഞത്. രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൾ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ഇത് കാരണം പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുടെ ഓരോ വാക്കുകൾ കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ദൂരേക്ക് പോയത്. പാറു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് മനസ്സിലാക്കിയ മൂർത്തിയും ആദിത്യനും ദേഷ്യം കൊണ്ട് വിറച്ചു. രവീന്ദ്രൻ അല്ലേ? എൻ്റെ കമ്പനിയിൽ ഇവിടെയുള്ള ബ്രാഞ്ചിൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. മൂർത്തിക്ക് അത് പുതിയ അറിവായിരുന്നു. കുറച്ചു മുമ്പ് ഭാര്യയുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടു ഈ രവി 1 മാസം ലീവ് എടുത്തിരുന്നു. ഈ കാര്യം പറഞ്ഞതുമില്ല. ഇങ്ങനെ ചതിക്കുന്ന ഒരുത്തൻ ഇനി എൻ്റെ കമ്പനിയിൽ വേണ്ട. മൂർത്തി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അങ്ങനെ പറയരുതച്ഛാ. ആ ചേച്ചിയാണ് തെറ്റ് ചെയ്തത്. അവർക്ക് 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുക. ഈ സമയത്ത് ജോലി കളയരുത് പ്ലീസ്. പാറു മൂർത്തിയോട് അപേക്ഷിച്ചു. ഓക്കെ, എൻ്റെ മോള് എന്നോട് ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ. പക്ഷേ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും, മൂർത്തി വാശിയോടെ പറഞ്ഞു. നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കുമോ? മൂർത്തി പാറുവിനോട് ചോദിച്ചു. അച്ഛൻ പറയുന്ന എന്ത് കാര്യവും എൻ്റെ നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് എന്തായാലും ഞാൻ അനുസരിക്കും, പാറു ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ നിൻ്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച്. വരൻ ഈ നിൽക്കുന്ന ആദിത്യൻ. മുഹൂർത്തം ഒന്നും നോക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകൂ, മൂർത്തി എല്ലാവരും കേൾക്കെ പറഞ്ഞു. ആദി നന്ദിയോടെ അത്ഭുതത്തോടെ മൂർത്തിയെ നോക്കി. ഇത് കേട്ട് പാറു വാ പൊളിച്ചു നിന്നു. അച്ഛാ, അത് എനിക്ക് കല്യാണം ഇഷ്ടമല്ല. ഇനി ഒരു കല്യാണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇത് വേണ്ട. മറ്റെന്ത് കാര്യവും ഞാൻ അനുസരിക്കാം, പാറു വെപ്രാളത്തോടെ മൂർത്തിയോട് പറഞ്ഞു. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും പോകും. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. എന്തു പറയുന്നു? വേണ്ട, പോകരുത്. ഞാൻ സമ്മതിക്കാം. പക്ഷേ പെട്ടെന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ പാറുവിന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. വിവാഹം 1-2 മാസം കഴിഞ്ഞു മതി. പക്ഷേ നിശ്ചയം 3 ദിവസത്തിനുള്ളിൽ ഇവിടെ വെച്ച് നടത്തും. മുഹൂർത്തം നോക്കണമെങ്കിൽ നാളെ രാവിലെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ജ്യോത്സ്യരുടെ അടുത്ത് പോയി നോക്കാം. ഡ്രസ്സ് നാളെ രാവിലെ എടുക്കാം. മോതിരം മാറണം, അതും നാളെ എടുക്കാം. ഫുഡ് പുറത്ത് ഏൽപ്പിക്കാം. ആരോടും പറയണ്ട, നമ്മൾ മാത്രം മതി. പക്ഷേ വിവാഹം ആഡംബരപൂർണ്ണമായി ഞാൻ നടത്തും. ഓക്കെ, മൂർത്തി പ്രഖ്യാപിച്ചു. ആദിത്യൻ തലകുലുക്കി. സമ്മതമാണെന്ന മട്ടിൽ പാറുവും തലകുലുക്കി. അവൾക്ക് ആദിയുടെ നേരെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അത് മനസ്സിലാക്കിയ ആദി അപ്പോൾ തന്നെ ആകാശിനെയും കൂട്ടി അവിടെ നിന്നും മാറിപ്പോയി. ആദിക്ക് ഇത് സ്വപ്നമാണോന്ന് പോലും തോന്നിപ്പോയി. ഇത്ര പെട്ടെന്ന് തൻ്റെ വിവാഹം, മാത്രമല്ല താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി. അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആകാശ് ഇടയ്ക്കിടെ ആദിയുടെ പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു. ആകാശ് ഇടയ്ക്കിടെ ആദിയുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. എന്താടാ, എനിക്ക് വേദനിക്കുന്നുണ്ട്. ആദി ദേഷ്യപ്പെട്ടു. അല്ല, നീ സ്വപ്നലോകത്താണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി തട്ടിയതാ. നീ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നേ? ഒരു മയത്തിൽ പറഞ്ഞൂടെ? എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നല്ല യോഗ്യത വേണം, ആകാശ് പറഞ്ഞു. എന്ത് യോഗ്യത? ആദി തിരിച്ചു ചോദിച്ചു. അത് ക്ഷമ, വിനയം, സഹജീവികളോട് കാരുണ്യം, അവളെ കെയർ ചെയ്യുന്ന ആളാവണം. അവളോട് മാത്രമല്ല, അവളുടെ ആങ്ങളയോടും ദേഷ്യപ്പെടാൻ പാടില്ല. അവളുടെ ആങ്ങളയെ കൊണ്ട് അധികം പണിയെടുപ്പിക്കരുത്. അങ്ങനെ ആകാശ് ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആങ്ങളയോ? ആദി ചോദിച്ചു. ഞാൻ അവളുടെ ആങ്ങളയാ. അത് നിനക്കറിയില്ലേ? ആകാശ് പ്രത്യേക രീതിയിൽ തല ചെരിച്ചുകൊണ്ട് തിരക്കി. നീ പറഞ്ഞ യോഗ്യതകളൊന്നും എനിക്കില്ലെങ്കിലോ? ആദി ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു. അവസാന നിമിഷം അങ്ങനെ പറയരുത്. ഇവിടെ കല്യാണം തീരുമാനിച്ചു. ഞാൻ കാലു പിടിക്കാം, ഒന്ന് നന്നായിക്കൂടെ? ആകാശ് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ആദിയുടെ കാൽമുട്ടിൽ പിടിച്ചു. ആദി ചിരിച്ചുപോയി. അങ്ങനെ ഇടയ്ക്കൊക്കെ ചിരിക്കുന്നത് നല്ലതാ, ആകാശ് പറഞ്ഞു. അവിടെ മൂർത്തിയും യമുനയും പാറുവിനോട് സംസാരിക്കുകയായിരുന്നു.
മോളെ, ഒരാൾ ചതിച്ചു എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാവില്ല. നല്ലവരുമുണ്ട് ഈ ലോകത്ത്. എല്ലാവരെയും ഒരു കണ്ണിലൂടെ കാണരുത്. നിന്നെ ഏതായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ വൈകി. വിവാഹപ്രായം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 27 വയസ്സ്. നിന്റെ പ്രായമുള്ളവരൊക്കെ കുടുംബമായി ജീവിക്കുന്നു. പിന്നെ ആദി നല്ലവനാണ്. അവന് ആരുമില്ല. എല്ലാവരും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവന് നിന്നെ ഇഷ്ടവുമാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യും. അവൻ്റെ സ്വന്തം വർക്കാണ് അവൻ ചെയ്യുന്നത്. എല്ലാം തികഞ്ഞ നല്ലൊരു ചെറുപ്പക്കാരൻ. പ്രായവും അധികമില്ല, 31 വയസ്സ്. നിങ്ങൾ നല്ല മാച്ചാണ്. അവൻ ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തിട്ടുണ്ട്. മൂർത്തി പറഞ്ഞു. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് അച്ഛാ. പക്ഷേ നിശ്ചയത്തിന് എൻ്റെ ഫ്രണ്ട്സിനെ കൂടി വിളിക്കണം, പാറു ഓർമ്മിപ്പിച്ചു. ഓക്കെ, വിളിക്കാം. മൂർത്തി സമ്മതിച്ചു. യമുനയ്ക്കും സന്തോഷമായി. അന്ന് വൈകുന്നേരം പാറു പറമ്പിൽ വാഴക്കുല വെട്ടാൻ ശ്രമിക്കുമ്പോൾ ആദിയും അങ്ങോട്ട് വന്നു. കൂടെ വാല് പോലെ ആകാശമുണ്ട്. ഒന്നും പറയാതെ ആദി പാറുവിൻ്റെ കയ്യിൽ നിന്ന് വാക്കത്തി വാങ്ങി പഴുത്തു നിൽക്കുന്ന നേന്ത്രക്കുല ആദ്യം വെട്ടിയെടുത്തു. ആകാശിനെ ഏൽപ്പിച്ചു. ആകാശ് അന്തം വിട്ടു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതിന്. സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് വാ, ആദി പറഞ്ഞു. ആകാശ് ഒന്നും മിണ്ടാതെ വാഴക്കുല തോളിൽ എടുത്തു വെച്ചു വീട്ടിലേക്ക് നടന്നു. വാഴ നിൽക്കുന്നത് പറമ്പിൻ്റെ അതിരിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അവൻ പോയ ഗ്യാപ്പിൽ ആദി പാറുവിനോട് ചോദിച്ചു. നിനക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. വേണ്ട, എല്ലാം അച്ഛൻ പറഞ്ഞു. പാറുവിൻ്റെ മറുപടി അങ്ങനെയാണെങ്കിലും ആദി എല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ അച്ഛനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അനിയത്തിയെക്കുറിച്ച്, ഒരു ആക്സിഡൻറ്റിൽ മൂവരും നഷ്ടപ്പെട്ടത്, അതിനുശേഷം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്, ആകാശ് കണ്ടതും രക്ഷിച്ചതും, അതിനുശേഷം അവൻ എപ്പോഴും വാലുപോലെ കൂടെ നടക്കുന്നതിനെക്കുറിച്ച്. അപ്പോഴേക്കും ആകാശ് അങ്ങോട്ട് വന്നു. ആദി അടുത്ത ഞാലിപ്പൂവൻ വാഴക്കുല വെട്ടി ആകാശിനെ ഏൽപ്പിച്ചു. കൊണ്ടുവച്ചിട്ട് വാ, ആദി പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു. ആകാശ് പിന്നെയും വീട്ടിലേക്ക് നടന്നു. 2 വാഴക്കുല കൊണ്ടുവച്ചപ്പോൾ തന്നെ ആകാശ് ക്ഷീണിച്ചിരുന്നു. ഞാൻ ഇനി പോകൂല, അടുത്ത കുല തരാനല്ലേ, അവൻ ഒറ്റയ്ക്ക് പിറുപിറുത്തു. പിന്നീട് ആകാശ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സൗകര്യപൂർവ്വം സംസാരിക്കാൻ കഴിഞ്ഞു. ആദി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ഇടയ്ക്ക് അവൾ വിങ്ങിപ്പൊട്ടിയപ്പോൾ ആദി അവളുടെ തലയിൽ തലോടി സമാധാനിപ്പിച്ചു. താൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലെന്നും സങ്കടപ്പെടാനുള്ള സാഹചര്യം ഒരുക്കില്ലെന്നും അവൻ പാറുവിന് വാക്കുകൊടുത്തു. അവൾക്കും അവനിൽ ഒരു പ്രതീക്ഷ തോന്നി. മൂത്തു നിൽക്കുന്ന വാഴക്കുലകളൊക്കെ ആദി വെട്ടിയിറക്കി. കുലകൾ വീട്ടിലെത്തിക്കാൻ ആദിയോടൊപ്പം മൂർത്തിയും ചേർന്നു. ആകാശ് പിന്നെ ആ വഴിക്ക് വന്നതേയില്ല. പാറു വാഴ പിണ്ടിയെടുക്കാൻ തുനിഞ്ഞപ്പോൾ ആദി തടഞ്ഞു. അവൻ തന്നെ വാഴ വെട്ടി അതിൻ്റെ പുറം തട്ടകൾ ഒഴിവാക്കി പിണ്ടി ചെത്തി മിനുക്കി എടുത്തു. പാറുവിനെ ഏൽപ്പിച്ചു. ആകാശ് പിന്നെ ആ വഴിക്ക് വന്നതേയില്ല. അവൻ പറമ്പിൽ ഒക്കെ ചുറ്റിത്തിരിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് കയറി. ആദി കൈത പടർന്നു നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. പഴുത്തു മഞ്ഞ നിറമായ കൈതച്ചക്ക പറിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവൻ്റെ കയ്യിൽ അതിൻ്റെ മുള്ളു തറച്ചു. അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അങ്ങോട്ട് പോണ്ട, അവിടെ പാമ്പുണ്ടാവും, കാരമുള്ളുമുണ്ട്, പാറു പറഞ്ഞു. ആദി പിന്തിരിഞ്ഞു. ഒരു ചുവട് വെച്ചതും അവൻ്റെ കാലിൽ കാരമുള്ളു തറച്ചു. അവൻ കാലിൽ നോക്കിയപ്പോൾ അത്യാവശ്യം വലിയൊരു മുള്ളാണ് തറച്ചു കയറിയത്. പാറു അത് കണ്ടിരുന്നു. അവൾ ആദിയുടെ കാലിൽ നിന്ന് മുള്ള് വലിച്ചൂരിയെടുത്തു. അവൻ കടച്ചിലെടുക്കുന്നുണ്ടായിരുന്നു. പാറുവിന് മുള്ളിൻ്റെ ഒരു കഷ്ണമാണ് കിട്ടിയത്. അവൾ വേഗം ആകാശിനെ വിളിച്ചു. അവർ വേഗം ആദിയെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും മുള്ള് കുത്തിയ ഭാഗം നീര് വച്ചിരുന്നു. ഡോക്ടർ മുള്ള് എടുത്തു, മരുന്ന് വെച്ച് കെട്ടി, പെയിൻ കില്ലറും കൊടുത്തു. അവർ അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങി. ആദിക്ക് കാൽ നിലത്ത് കുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കാൻ ആകാശും അവനെ സഹായിച്ചു. എനിക്ക് കുത്തേണ്ട മുള്ള നിനക്ക് കുത്തിയത്. എന്നെക്കൊണ്ട് 2 വാഴക്കുല ചുമപ്പിച്ചില്ലേ. ഞാൻ പണി നിർത്തിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും എന്നെക്കൊണ്ട് പണി ചെയ്യിപ്പിച്ചില്ലേ. ദൈവം ആദ്യമൊക്കെ പിന്നെ ആയിരുന്നു കൂലി കൊടുത്തത്. ഇപ്പോൾ ആ സ്പോട്ടിൽ തന്നെ കൊടുക്കും. ആ, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി, ആകാശ് തല കുലുക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു.
ശവത്തിൽ കുത്താതേടാ, ആദി പറഞ്ഞു. ഞാൻ കുത്തും, പിന്നെയും പിന്നെയും കുത്തും. എന്നാലും എൻ്റെ പെങ്ങളുടെ നിശ്ചയം ഒരു ഞൊണ്ടുകാലനും ആയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്കൊരു സങ്കടം, ആകാശ് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ആദി ആകാശിൻ്റെ പുറത്ത് ശക്തിയിൽ ഒരടി കൊടുത്തു. അതിൻ്റെ സൗണ്ട് കേട്ടാണ് പാറു അവരെ നോക്കിയത്. എന്താ? അവൾ ചോദിച്ചു. ഒന്നുമില്ല പെങ്ങളെ, കിട്ടാഞ്ഞപ്പോൾ ചോദിച്ചു മേടിച്ചതാ, ആകാശ് പുറം തടവിക്കൊണ്ട് പറഞ്ഞു. ഇനി തനിയെ ഒന്ന് നടന്നു നോക്കിയേ. ആകാശ് ആദിയെ വിട്ടുമാറി നിന്നു. എടാ, എനിക്ക് കാല് ശരിക്കും നിലത്ത് കുത്താൻ വയ്യ, ഒന്ന് സഹായിക്ക്. ആദി വീഴാൻ പോയപ്പോൾ പാറു അവനെ താങ്ങി. പെങ്ങളെ, ഞാൻ കാറിൻ്റെ അടുത്തുണ്ടാവും, ഈ രോഗിയെ അങ്ങോട്ട് കൊണ്ടുപോര് പറഞ്ഞുകൊണ്ട് ആകാശ് പോയി. ആദി തൻ്റെ ഭാരം അവൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാറു ഒരു വിധത്തിൽ ആദിയെ കാറിനടുത്ത് എത്തിച്ചു. അവർ വീട്ടിലെത്തിയപ്പോൾ മൂർത്തിയും യമുനയും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് തന്നെ പാറു രാമുവിനെ കണ്ട് പിറ്റേന്ന് മുതൽ പറമ്പ് വൃത്തിയാക്കാൻ പറഞ്ഞേൽപ്പിച്ചു. രാമു പിറ്റേന്ന് തന്നെ പണി തുടങ്ങാമെന്ന് സമ്മതിച്ചു.